ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ എണീച്ച് ഒരു സ്റ്റഡി വ്ലോഗൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഡിസംബർ മാസമാണ്, നല്ല തണുപ്പാണ്, നല്ലോണം അങ്ങ് കിടന്നുറങ്ങി. അപ്പോൾ ഇപ്പോഴാണ് ഒരു 6:30 സമയത്താണ് എണീക്കുന്നത്. ഇനിയിപ്പോൾ സമയമില്ല, ഇനി വേഗം പഠിക്കാതിരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാനുണ്ട്, കാരണം ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ കുറച്ചൊന്ന് എടുത്ത കാര്യങ്ങൾ, ക്ലാസ്സിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എല്ലാം വായിക്കാൻ ഈ ഒരൊച്ച കൊണ്ട് നടക്കണമെന്നില്ല, പക്ഷേ മാക്സിമം പറ്റുന്നിടത്തോളം കാര്യങ്ങളൊന്ന് മാത്സ്, ഇംഗ്ലീഷും മലയാളമൊക്കെ ഒന്ന് നല്ലോണം റിവൈസ് ചെയ്ത് വിടണം എന്നാണ് വിചാരിക്കുന്നത്. രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല തണുപ്പാട്ടോ, അയ്യോ. പക്ഷേ ആ സൂര്യൻ ഇങ്ങനെ വരുമ്പം ഒരു സമാധാനമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് എക്സസൈസൊക്കെ ചെയ്യാം, അപ്പം ബോഡി ഒന്ന് ഹീറ്റാവും, അപ്പോൾ പഠിക്കാനൊരു ഉഷാറുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കും. പഠിക്കാനിരിക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് എന്ത് എഴുതണം, അല്ല എന്തൊക്കെ പഠിക്കണം എന്നുള്ള ജസ്റ്റ് ഒന്ന് ഒരു ടു എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല. PYQ ഒന്ന് നോക്കണം. PYQ എന്ന് പറയുമ്പം ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബുധനാഴ്ചകളിൽ PYQ എക്സാമും അല്ലെങ്കിൽ മോഡൽ എക്സാം ഉണ്ടാവും. അതായത് ഈ ബുധനാഴ്ച PYQ ആണെങ്കിൽ അടുത്ത ബുധനാഴ്ച മോഡലായിരിക്കും, അങ്ങനെ മാറി മാറി ഉണ്ടാവും. സോ കഴിഞ്ഞ ബുധനാഴ്ച മോഡലായിരുന്നു, ഇനിയിപ്പം PYQ വരാനുള്ളത്. അപ്പോൾ അതൊന്ന് ഇന്നലെ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് റിവൈസ് ചെയ്യണം. കൂട്ടത്തിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ NCERT എക്സാം നടത്താറുണ്ട് ചൊവ്വാഴ്ചകളിൽ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിന് ശേഷം ആ ബുക്കേ എടുത്തിട്ടില്ല, അപ്പോൾ കഴിഞ്ഞതൊന്ന് റിവൈസ് ചെയ്യണം. ഇത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം മറന്നു പോവും. NCERT അതിനെക്കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഡിഗ്രി ലെവൽ എക്സാമിനായിക്കോട്ടെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊന്ന് റിവൈസ് ചെയ്യണം. പിന്നെ അടുത്ത ചൊവ്വാഴ്ചത്തേക്കുള്ളതൊന്ന് വായിക്കണം. പിന്നെ ഞാനൊരു റേഷ്യോ പ്രൊപ്പോർഷൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ഒരു ടൈപ്പും കൂടെ ഉള്ളൂ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം, അത് മൊത്തം ഒന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വിചാരിച്ചത്. അതിലിപ്പം PYQ ഞാൻ നോക്കി, NCERT ഓരോ ചാപ്റ്റർ ഞാൻ പഠിച്ചു. റേഷ്യോ പ്രൊപ്പോർഷൻ കഴിഞ്ഞിട്ടില്ല, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി കുറച്ച് ടോപ്പിക്കും കൂടി റിവൈസ് ചെയ്യാനുണ്ട്. cherche un Pierre Paul, un Jacques Autumn. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ചെറിയൊരു മിനി സ്റ്റഡി വ്ലോഗ് പോലെയാണ്, 3 സെക്ഷൻ മാത്രം. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ, സീ യു.